14 വർഷത്തിന് ശേഷമുള്ള മഞ്ജു വാര്യരുടെ സിനിമാ പ്രവേശനം ആഘോഷമാക്കിയവരാണ് മലയാളികൾ. മഞ്ജു വാര്യരുടെ തിരിച്ചുവരവ് അത്രയും പ്രതീക്ഷ നൽകിക്കൊണ്ടായിരുന്നു. ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ തന്റെ വരവറിയിച്ച മഞ്ജു പിന്നീടങ്ങോട്ട് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരുന്നു. സിനിമാ തിരഞ്ഞെടുപ്പിലും ലുക്കിലും സംസാരത്തിലുമൊക്കെയുള്ള മഞ്ജുവിന്റെ മാറ്റവും പക്വതയും പലപ്പോഴും ചർച്ചയായി. ഇനി മഞ്ജു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നാണ് പുതിയ വാർത്തകൾ. തമിഴിൽ വിജയിയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുമാറ്റം ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിൽ ഇതാ മലയാളത്തിൽ നിന്ന് മഞ്ജു വാര്യറും. മഞ്ജു LDF രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. മാതൃഭൂമി അടക്കമുള്ള പ്രമുഖ മലയാളം ചാനലുകൾ പുറത്തുവിട്ടിരുന്നു. വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ ചാലക്കുടിയിൽ LDF സ്ഥാനാർത്ഥിയായി മഞ്ജു വാര്യർ നിൽക്കുമെന്നാണ് വിവരം. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. DYFI നേതാവ് ജേക്ക് സി തോമസ്, മുൻ മന്ത്രി രവീന്ദ്രനാഥ്, CITU നേതാവ് UP തോമസ് എന്നിവരുടെയും പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇവരിൽ ആര് ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാവും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ നിരീക്ഷകരും. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി മത്സരിക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായിരിക്കുകയാണ്. സിനിമാ ജീവിതത്തിൽ മഞ്ജുവിന് ഏറ്റവും അടുപ്പമുള്ള ഇന്നസെന്റ് നിന്ന് മത്സരിച്ച ഇടത്തേക്കാണ് ഇപ്പോൾ നടിയുടെ പേരും പറഞ്ഞു കേൾക്കുന്നത്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDFന്റെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഇന്നസെന്റ് വിജയം നേടിയിരുന്നു. എന്നാൽ 2019 തെരഞ്ഞെടുപ്പിൽ ബെന്നി ബെഹാനോട് തോറ്റുപോയി. സിനിമയിലേക്ക് തിരിച്ചു വന്നതിനു ശേഷം മഞ്ജു സിനിമയിൽ മാത്രമല്ല സാമൂഹിക പ്രതിബദ്ധതയുള്ള പല കാര്യങ്ങളിലും സജീവമായിരുന്നു. സംസ്ഥാന സാക്ഷരതാ മിഷൻ, ഷീ ടാക്സി, പിങ്ക് പോലീസ്, കുടുംബശ്രീയുടെ ജൈവ കൃഷി പദ്ധതി, ഹോർട്ടികോർപ്പ്, നൈപുണ്യ വികസന പദ്ധതികൾ തുടങ്ങിയ സർക്കാർ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഗുഡ്വിൽ അംബാസിഡറാണ് മഞ്ജു. കരിയറിൽ ഇപ്പോൾ മഞ്ജു മലയാളം വിട്ട് തമിഴിലും ഹിന്ദിയിലുമെല്ലാം സജീവമായി നിൽക്കുന്ന സമയമാണ്. രജനീകാന്തിന്റെ വേട്ടയാൻ ഉൾപ്പെടെ 2 തമിഴ് സിനിമകൾ കരാർ ചെയ്തിട്ടുണ്ട്. അമൃത് പണ്ഡിറ്റ് എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലേക്ക് മരങ്ങേറുകയാണ്. ഫുട്ടേജ്, എമ്പുരാൻ എന്നിവയാണ് ഇനി മലയാളത്തിൽ വരാനിരിക്കുന്ന മഞ്ജു വാര്യർ ചിത്രങ്ങൾ. എന്നാൽ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരുമായി ബന്ധപ്പെട്ട വാർത്തകളോട് മഞ്ജു ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക.